പ്രിയപ്പെട്ട വിദ്യാർത്ഥിനികളെ, കെം ടോക്കിലെ +2 കെമിസ്ട്രി എക്സാമിനേഷൻ സ്പെഷ്യൽ ക്ലാസ്സിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം. നമ്മുടെ ഈ വീഡിയോയുടെ ഒരു പാറ്റേൺ നിങ്ങൾ മനസ്സിലാക്കിയിരിക്കും എന്ന് കരുതുന്നു. അതായത് 12 തവണകളായി മുൻ വർഷങ്ങളിൽ ചോദിച്ച പൊതുപരീക്ഷയിലെ ചോദ്യങ്ങളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആ ചോദ്യവും അവയുടെ ഉത്തരങ്ങളും അതുമായി ബന്ധപ്പെട്ട് ഇനി പരീക്ഷയ്ക്ക് വരാൻ സാധ്യതയുള്ള ഏരിയകളും ഡിസ്കസ് ചെയ്യുന്ന വീഡിയോകളാണ് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് നിങ്ങൾക്കിത് ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. +1 പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ അവർക്ക് പ്രത്യേകമായ ഫസ്റ്റ് ഇയർ കെമിസ്ട്രിയുടെ ക്ലാസ്സുകൾ ഇത് മറ്റൊരു പ്ലേലിസ്റ്റിലുണ്ട്. ജനറൽ വിഷയങ്ങൾ താല്പര്യമുള്ള ആളുകൾക്ക് മറ്റൊരു പ്ലേലിസ്റ്റുണ്ട്. ഇങ്ങനെ എക്സാമിനേഷൻ ക്വസ്റ്റ്യൻസും ആൻസറുകളും മാത്രമായി ഡിസ്കസ് ചെയ്യുന്ന ഫസ്റ്റ് ഇയറിൻ്റെ മറ്റൊരു പ്ലേലിസ്റ്റുമുണ്ട്. നിങ്ങളുടെ സുഹൃത്തുക്കൾ, നിങ്ങളുടെ കുടുംബത്തിലെ മറ്റ് വിദ്യാർത്ഥികൾ, +1നും +2നും സയൻസ് വിഷയങ്ങൾ എടുത്ത് പഠിക്കുന്ന വിദ്യാർത്ഥികൾക്ക് നിങ്ങൾക്ക് ഈ ചാനൽ ഷെയർ ചെയ്ത് കൊടുക്കാവുന്നതാണ്. നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ അപേക്ഷിക്കുകയും ചെയ്യുന്നു. നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് വരാം. +2 കെമിസ്ട്രിയിലെ ആദ്യ ചാപ്റ്ററായ സോളിഡ് സ്റ്റേറ്റിലെ ഏതാനും ക്വസ്റ്റ്യൻസ് നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്തതാണ്. ഇന്ന് നമുക്ക് 4ാമത്തെ ക്വസ്റ്റ്യനിലേക്ക് വരാം. എല്ലാവരും സ്ക്രീനിലേക്ക് നോക്കുക. സ്ക്രീനിൽ നിങ്ങൾക്ക് ക്വസ്റ്റ്യനും ആൻസറും കാണാൻ പറ്റും. എഴുതിയെടുക്കണമെങ്കിൽ വളരെ ഷോർട്ടായി നിങ്ങൾക്കത് എഴുതിയെടുക്കാം. പെന്നും ബുക്കും ഒക്കെ നിങ്ങളുടെ അടുത്തുണ്ട് എന്ന് ഞാൻ വിചാരിക്കുന്നു. ഇല്ലെങ്കിൽ ഈ വീഡിയോ പോസ് ചെയ്ത് അതെടുത്ത് തയ്യാറാവുക. അപ്പോൾ തുടങ്ങാം. 4th ക്വസ്റ്റ്യൻ. ഇൻ മെഗ്നീഷ്യം ക്രിസ്റ്റൽ ദി ലെയേഴ്സ് ഓഫ് ആറ്റംസ് ആർ ബീൻ സ്റ്റാക്ക്ഡ് ഇൻ എ പാറ്റേൺ ഓഫ് എ ബി ടൈപ്പ് ഓഫ് അറേഞ്ച്മെൻറ്റ്. നമുക്കറിയാം 3 ഡയമെൻഷണൽ അറേഞ്ച്മെൻറ്റ് മെയിനായിട്ട് 2 ടൈപ്പാണുള്ളത്. ഒന്ന് എ ബി ടൈപ്പും മറ്റൊന്ന് എ ബി സി ടൈപ്പും. ഈ എ ബി ടൈപ്പ് അറേഞ്ച്മെൻറ്റിന് എന്താണ് പേര് കൊടുത്തിരിക്കുന്നത് എന്നാണ് ചോദ്യം. നോക്കുക. നെയിം ദി ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചർ. ഈ ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചറിന് എ ബി ടൈപ്പ് ക്ലോസ് പാക്ക്ഡ് സ്ട്രക്ചറിന് പറയുന്ന പേരാണ് ഹെക്സഗണൽ ക്ലോസ് പാക്കിംഗ്, HCP. ക്ലിയർ? എന്നാൽ എ ബി സി ടൈപ്പ് 3 ഡയമെൻഷണൽ ക്ലോസ് പാക്കിങ്ങിന് എന്താണ് പറയുക? അതും കൂടെ നമുക്ക് ഇവിടെ ഡിസ്കസ് ചെയ്യാം. അതിനെ നമ്മൾ പറയുന്നത് ക്യൂബിക് ക്ലോസ് പാക്കിംഗ് എന്നാണ്, CCP, ക്യൂബിക് ക്ലോസ് പാക്കിംഗ്. അപ്പോൾ അങ്ങനെ ഒരു ചോദ്യവും പ്രതീക്ഷിക്കാവുന്നതാണ്. ബി. കാൽക്കുലേറ്റ് നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ ആൻഡ് ഒക്ടാഹെഡ്രൽ വോയിഡ്സ് ഇഫ് മെഗ്നീഷ്യം ക്രിസ്റ്റൽ കണ്ടെയ്ൻസ് N ആറ്റംസ്. N ആറ്റംസ് ഉള്ള മെഗ്നീഷ്യത്തിൻ്റെ ക്രിസ്റ്റലിൽ എത്ര ഒക്ടാഹെഡ്രൽ വോയിഡും ടെട്രാഹെഡ്രൽ വോയിഡുമുണ്ട് എന്നാണ് ചോദ്യം. നമുക്കറിയാം ഒക്ടാഹെഡ്രൽ വോയിഡിൻ്റെ എണ്ണം കാണാൻ എത്ര പാർട്ടിക്കിളുണ്ടോ അത്രയും ഒക്ടാഹെഡ്രൽ വോയിഡ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്ന പാർട്ടിക്കിളിൻ്റെ എണ്ണം എന്ന് പറയുന്നത് N നമ്പറാണ്. അപ്പോൾ ഒക്ടാഹെഡ്രൽ വോയിഡിൻ്റെ നമ്പർ N ആണ്. ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര പാർട്ടിക്കിളുണ്ടോ അത്രയും എണ്ണം ഒക്ടാഹെഡ്രൽ വോയിഡ് ഉണ്ടാവും. അപ്പോൾ ഇവിടെ യൂണിറ്റ് സെല്ലിലെ നമ്പർ പറയുന്നത് N ആണ്. അതുകൊണ്ട് ഒക്ടാഹെഡ്രൽ വോയിഡിൻ്റെ എണ്ണം N ആയിരിക്കും. ടെട്രാഹെഡ്രൽ വോയിഡും പാർട്ടിക്കിളുടെ എണ്ണവും തമ്മിലുള്ള ബന്ധം എന്താണ്? അത് ഡബിളാണ്. ടെട്രാഹെഡ്രൽ വോയിഡ്സിൻ്റെ നമ്പർ ഈസ് ഈക്വൽ ടു 2 ഇൻറ്റു നമ്പർ ഓഫ് പാർട്ടിക്കിളാണ്. പാർട്ടിക്കിളുടെ എണ്ണം എത്രയാണ്? N. ദെയർഫോർ 2N ഈസ് നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ്സ്. വളരെ പ്രധാനമാണ്. ഇത് തന്നെ ഇങ്ങനെ ഒരു ചോദ്യം വരാം. നോക്കൂ, ആലോചിച്ച് നോക്കൂ. സാധ്യതയില്ലേ നോക്കൂ. ഒരു BCC യൂണിറ്റ് സെല്ലുള്ള എലമെൻ്റാണ് എന്ന് കരുതുക. BCC. വാട്ട് ഈസ് BCC? ബോഡി സെൻറ്റേർഡ് ക്യൂബ്. BCC ക്യൂബിക് സിസ്റ്റമുള്ള ഒരു ക്രിസ്റ്റലിൻ്റെ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ് എത്ര? BCCയിൽ എത്ര പാർട്ടിക്കിളുണ്ട്? 2 ആണ്. ദെയർഫോർ നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ് 2 ഇൻറ്റു 2, ദാറ്റ് ഈസ് 4. ഹൗ മെനി ഒക്ടാഹെഡ്രൽ വോയിഡ് ഇൻ BCC? ദാറ്റ് ഈസ് octahedral void is equal to number of particle. Therefore, number of octahedral void in body centered cube is equal to 2. ഇതേ ചോദ്യം ഫേസ് സെൻറ്റേർഡ് ക്യൂബിൽ എത്ര ടെട്രാഹെഡ്രൽ വോയിഡ് ഉണ്ട്?
പറഞ്ഞോളൂ. ഫേസ് സെൻറ്റേർഡ് ക്യൂബിൽ 4 പാർട്ടിക്കിളാണ്. അതുകൊണ്ട് നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ് ഈക്വൽ ടു 2 × 4, ദാറ്റ് ഈസ് ഈക്വൽ ടു 8. ഹൗ മെനി ഒക്ടാഹെഡ്രൽ വോയിഡ് ഇൻ FCC? ദാറ്റ് ഈസ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾ, ദാറ്റ് ഈസ് ഈക്വൽ ടു 4. റെഡി? ഹൗ മെനി tetrahedral void in simple cube? That is equal to 2. Why? In simple cube, number of particle is 1. Therefore, number of tetrahedral void equal to 2 × 1. That is equal to 2. Ready? വളരെ പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്, ഓർത്തിരിക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, പാർട്ടിക്കിളിൻ്റെ എണ്ണവും ടെട്രാഹെഡ്രൽ വോയിഡിൻ്റെ എണ്ണവും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ടെട്രാഹെഡ്രൽ വോയിഡ് ഈക്വൽ ടു 2 × നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആയിരിക്കും. ഓക്കെ. പാർട്ടിക്കിളിൻ്റെ എണ്ണവും ഒക്ടാഹെഡ്രൽ വോയിഡിൻ്റെ നമ്പറും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഒക്ടാഹെഡ്രൽ വോയിഡ് ഈക്വൽ ടു നമ്പർ ഓഫ് പാർട്ടിക്കിൾ ആയിരിക്കും. ഇത് ഓർത്തിരിക്കുക. ഇത്തരം ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ഈ ഒരു പോയിൻ്റ് നല്ല മനസ്സിലിട്ട് ആലോചിച്ച് ഉത്തരം കണ്ടുപിടിക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 5 വരാം. സ്ക്രീനിലേക്ക് നോക്കൂ. Schottky and Frenkel defects are 2 stoichiometric defects shown by crystal. ഇതേ ഒരു ക്വസ്റ്റ്യൻ നേരത്തെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ് ഫസ്റ്റ് എപ്പിസോഡിൽ, അല്ലേ? ക്ലാസിഫൈ ദി ക്രിസ്റ്റൽ ഇൻ ടു ദോസ് ഷോയിങ് Schottky ഡിഫക്റ്റ് ആൻഡ് Frenkel ഡിഫക്റ്റ്. Schottky ഡിഫക്റ്റും Frenkel ഡിഫക്റ്റും കാണിക്കുന്ന ക്രിസ്റ്റലുകളെ ക്ലാസിഫൈ ചെയ്യാം. ഏതാ? Schottky ഡിഫക്റ്റ് കാണിക്കുന്ന ആളാണ് സോഡിയം ക്ലോറൈഡ്, സീസിയം ക്ലോറൈഡ് തുടങ്ങിയത്. അതായത് ആൽക്കലി മെറ്റലുകളായ സോഡിയം, പൊട്ടാസ്യം, റുബീഡിയം, സീസിയം എന്നിവയുടെ ക്ലോറൈഡുകൾ എന്ത് കാണിക്കും? Schottky ഡിഫക്റ്റ് കാണിക്കും. റെഡി? അടുത്തത് Frenkel ഡിഫക്റ്റ് കാണിക്കുന്ന ആളാണ് സിൽവർ ക്ലോറൈഡ്, കാഡ്മിയം ക്ലോറൈഡ് തുടങ്ങിയത്. അതിലെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കൂ. നെയിം എ ക്രിസ്റ്റൽ ഷോയിങ് ബോത്ത് Schottky ആൻഡ് Frenkel ഡിഫക്റ്റ്. Schottky ഡിഫക്റ്റും Frenkel ഡിഫക്റ്റും കാണിക്കുന്ന ഒരു ക്രിസ്റ്റലിന് പേര് പറയാം. ഓർമ്മയുണ്ടോ? സിൽവർ ബ്രോമൈഡാണ്. ഓക്കെ. ഇനി ബി, സ്കിമാറ്റിക് അലൈൻമെൻറ്റ് ഓഫ് മാഗ്നറ്റിക് മൊമെൻറ്റ് ഓഫ് ഫെറോമാഗ്നറ്റിക്, ആൻറ്റി ഫെറോമാഗ്നറ്റിക് ആൻഡ് ഫെറി മാഗ്നറ്റിക് സബ്സ്റ്റൻസ് ആർ ഗിവൺ ബിലോ. ഐഡൻറ്റിഫൈ ഈച്ച് ഓഫ് ദം. അവിടെ ചിത്രമാണ് കൊടുത്തിരിക്കുന്നത്. ആ ചിത്രത്തിൽ നിന്ന് ഫെറോമാഗ്നറ്റിക് ഏതാണ്, ആൻറ്റി ഫെറോമാഗ്നറ്റിക് ഏതാണ്, ഫെറി മാഗ്നറ്റിക് ഏതാണെന്ന് കണ്ടെത്തുക. അതിൽ ഒന്നാമത്തെ ചിത്രം നോക്കൂ. അതിലെ ഓരോ ആരോ മാർക്കും മാഗ്നറ്റിക് മൊമെൻറ്റിനെയാണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്. അത് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റാണ്. അതുകൊണ്ട് ഒന്നാമത്തെ ചിത്രം ആൻറ്റി ഫെറോ മാഗ്നറ്റിക് ആണ്. മാഗ്നറ്റിക് മൊമെൻറ്റ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റായിട്ട് അലൈൻ ചെയ്താൽ അതിനാണ് ആൻറ്റി ഫെറോ മാഗ്നറ്റിക് എന്ന് പറയുക. ആൻറ്റി എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റായിട്ട് നിൽക്കുക, അല്ലേ? റെഡി? നമ്പർ 2, ആ ചിത്രം നോക്കൂ. ആ ചിത്രത്തിൽ കുറേ അങ്ങോട്ടും കുറേ ഇങ്ങോട്ടും നിൽക്കുന്നുണ്ട്. പക്ഷെ അത് ഈക്വൽ ആണോ? ഈക്വൽ അല്ല. മാഗ്നറ്റിക് മൊമെൻറ്റ് ഈക്വൽ ആയിട്ടല്ല നിൽക്കുന്നത്. അങ്ങനെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലേക്ക് മാഗ്നറ്റിക് മൊമെൻറ്റ് അലൈൻ ചെയ്ത് നിൽക്കുന്നു. അതോടൊപ്പം തന്നെ അത് ഈക്വൽ അല്ല എങ്കിൽ അതിൻ്റെ പേരാണ് ഫെറി മാഗ്നറ്റിക്. എന്നാൽ മൂന്നാമത്തെ ചിത്രത്തെ ശ്രദ്ധിച്ചാൽ എല്ലാ മാഗ്നറ്റിക് മൊമെൻറ്റും ഒരേ ഡയറക്ഷനിലേക്കാണ് അലൈൻ ചെയ്തിരിക്കുന്നത്, അല്ലേ? അതുകൊണ്ട് അത് ഫെറോ മാഗ്നറ്റിക് ആണ്. ഫെറോ മാഗ്നറ്റിക്കിന് എക്സാമ്പിൾ അറിയാവോ? അയേൺ, കൊബാൾട്ട്, നിക്കൽ, CrO2 എന്നിവ ഫെറോ മാഗ്നറ്റിക് ആണ്. അതായത് പെർമനൻ്റ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന സബ്സ്റ്റൻസ് ആണ്. ഓക്കെ. ഫെറി മാഗ്നറ്റിക്കിന് എക്സാമ്പിൾ അറിയോ? ഫെറൈറ്റുകളാണ്. Fe3O4 ഫെറി മാഗ്നറ്റിക്കിന് എക്സാമ്പിളാണ്. ആൻറ്റി ഫെറോ മാഗ്നറ്റിക്കിന് എക്സാമ്പിളാണ് MnO2 തുടങ്ങിയത്. ഓക്കെ, ക്ലിയർ? അപ്പോൾ എക്സാമ്പിളും പറഞ്ഞു, ചിത്രമായി, അതിൻ്റെ പേരുമായി. ഓക്കെ. ആൻറ്റി ഫെറോ മാഗ്നറ്റിക്കിന് നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് 0 ആയിരിക്കും, കാരണം ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റായി നിൽക്കുന്നതുകൊണ്ട്. ഫെറി മാഗ്നറ്റിക്കിന് നെറ്റ് മാഗ്നറ്റിക് മൊമെൻറ്റ് എന്തല്ല? 0 അല്ല. ഓക്കെ. അപ്പോൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. നമ്പർ 6, ക്രിസ്റ്റൽ ഡിഫക്ട്സ് ഗിവ് റൈസ് ടു സം സ്പെഷ്യൽ പ്രോപ്പർട്ടീസ് ഇൻ ദി സോളിഡ്. സോളിഡിൽ ചില പ്രത്യേക സ്വഭാവങ്ങൾക്ക് കാരണമാകുന്നുണ്ട് ക്രിസ്റ്റൽ ഡിഫക്റ്റ്. വാട്ട് ഈസ് മീൻ ബൈ Frenkel ഡിഫക്റ്റ്? Frenkel ഡിഫക്റ്റ് എന്താ? പാർട്ടിക്കിൾ നിൽക്കുന്ന സ്ഥാനത്ത് നിന്ന്
ഷിഫ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ മിസ്പ്ലേസ് ചെയ്യുക. എവിടെ പോയിട്ട്? ഇൻഡസ്ട്രീഷ്യൽ സൈറ്റിൽ പോയി നിൽക്കുക. ഇതിനാണ് നമ്മൾ ഫ്രങ്കൽ ഡിഫക്റ്റ് എന്ന് പറയാം അല്ലേ. എൻ്റെ ചിത്രമൊക്കെ നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്, വേണമെങ്കിൽ കാണാവുന്നതാണ്, നോക്കിക്കോളൂ. അടുത്തത്, വൈ LICL ഡസ് നോട്ട് എക്സിബിറ്റ് ഫ്രങ്കൽ ഡിഫക്റ്റ്. എന്തുകൊണ്ടാണ് ലിഥിയം ക്ലോറൈഡ് ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കാത്തത്? അതായത് കാറ്റയോണിൻ്റെയും ആനയോണിൻ്റെയും സൈസുകൾ തമ്മിൽ വലിയ വ്യത്യാസമുള്ള ക്രിസ്റ്റലുകളാണ് എന്ത് കാണിക്കുക? ഫ്രങ്കൽ ഡിഫക്റ്റ് കാണിക്കുക. എന്നാൽ ലിഥിയം ക്ലോറൈഡിലെ കാറ്റയോണും ആനയോണും തമ്മിൽ വലിപ്പത്തിൽ വ്യത്യാസം ഇല്ല. ഓക്കെ. സി, എക്സ്പ്ലെയിൻ പിങ്ക് കളർ ഓഫ് ലിഥിയം ക്ലോറൈഡ് വെൻ ഹീറ്റഡ് ഇൻ വേപ്പർ ഓഫ് ലിഥിയം. ലിഥിയത്തിൻ്റെ വേപ്പറിൽ വെച്ച് ലിഥിയം ക്ലോറൈഡ് ചൂടാക്കുമ്പോൾ എന്താണ് പിങ്ക് കളർ കിട്ടാൻ കാരണം? നമ്മൾ നേരത്തെ പഠിച്ചതാണ്. എന്തായിരുന്നു കാരണം? പഠിച്ചിട്ടില്ലേ? പറയും. ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് എഫ് സെൻറ്റർ. ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് എഫ് സെൻറ്റർ എന്താണെന്നറിയാലോ? ആനയോൺ പോയ സ്ഥലത്ത് ഒരു ഇലക്ട്രോൺ വന്ന് നിന്നാൽ അതിനാണ് എഫ് സെൻറ്റർ എന്ന് പറയാം. ഇതേ ക്വസ്റ്റ്യൻ തന്നെ സോഡിയം ക്ലോറൈഡിനെ ചൂടാക്കിയാൽ യെല്ലോ കളർ കിട്ടുന്നു. എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ ഉത്തരം അത് തന്നെയാണ്. റുബീഡിയം ക്ലോറൈഡിനെ ചൂടാക്കിയാൽ കളർ കിട്ടുന്നു. എന്തുകൊണ്ട് എന്ന് ചോദിച്ചാലും ഉത്തരം അത് തന്നെയാണ്. എഫ് സെൻറ്റർ ഉണ്ടാകുന്നത് കൊണ്ട്. ഓക്കെ. Question number 7. A cubic unit cell is characterized by A equal to B equal to C. A, B, C എന്ന് പറയുന്നത് നീളം, വീതി, ഉയരമാണ്. നീളം, വീതിയും ഉയരവും തുല്യമായ, അതോടൊപ്പം തന്നെ 3 ആംഗിളുകളായ ആൽഫ, ബീറ്റ, ഗാമ 90 ആയ ക്രിസ്റ്റൽ ഏതാണ്? അതിൻ്റെ പേരാണ് ക്യൂബിക് യൂണിറ്റ് സെൽ എന്ന് ക്വസ്റ്റ്യനിൽ തന്നെ തന്നിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നെയിം ദി 3 ഇമ്പോർട്ടൻറ്റ് ടൈപ്പ് ഓഫ് ക്യൂബിക് യൂണിറ്റ് സെൽ. ക്യൂബിക് യൂണിറ്റ് സെല്ലിന് 3 ടൈപ്പ് ഉണ്ട്. എന്തൊക്കെയാണ് അതിൻ്റെ പേര്? സിമ്പിൾ ക്യൂബ്, ഫേസ് സെൻറ്റേർഡ് ക്യൂബ്, ബോഡി സെൻറ്റേർഡ് ക്യൂബ്. റെഡി അല്ലേ? ക്വസ്റ്റ്യൻ ബി, കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് ആറ്റംസ് ഇൻ 1 യൂണിറ്റ് സെൽ ഓഫ് ദി എബവ് 3 കേസസ്. ഈ 3 ഏതെങ്കിലും ഒരാളെടുത്തിട്ട് അതിലെത്ര പാർട്ടിക്കിൾ ഉണ്ട് എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. സിമ്പിൾ ക്യൂബ് എടുക്കുകയാണെങ്കിൽ സിമ്പിൾ ക്യൂബിൻ്റെ കോർണറിലൊക്കെ പാർട്ടിക്കിൾ ഉണ്ടാവും അല്ലേ. ഒരു കോർണറിൽ 1/8 ആണ് പാർട്ടിക്കിളിൻ്റെ കോൺട്രിബ്യൂഷൻ. അപ്പോൾ 8 കോർണർ ഉള്ളതുകൊണ്ട് 8 × 1/8 ദാറ്റ് ഈസ് ഈക്വൽ ടു 1. അപ്പോൾ സിമ്പിൾ ക്യൂബിൽ ഒരു പാർട്ടിക്കിളാണ് ഉണ്ടാവുക. ബോഡി സെൻറ്റേർഡ് ക്യൂബിൽ 2 ഉണ്ടാവുക. ഫേസ് സെൻറ്റേർഡ് ക്യൂബിൽ 4 ഉണ്ടാവുക. അതൊക്കെ അവിടെ കാണിച്ചിട്ടുണ്ടോ നോക്കുക. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽഡ് ആയൊരു ക്ലാസ് ഞാൻ സോളിഡ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്കത് കാണാവുന്നതാണ്. അതായത് കെമിസ്ട്രി ക്ലാസ്സസ് എന്നുള്ളതിൽ ക്യൂബിക് യൂണിറ്റ് സെല്ലിൻ്റെ പ്രത്യേകത വിശദീകരിക്കുന്ന ഒരു വീഡിയോ ഉണ്ട്, അത് കാണാവുന്നതാണ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് വരാം. സി, എ മെറ്റൽ ഫോം ക്യൂബിക് ക്രിസ്റ്റൽ. ഒരു ലോഹം ക്യൂബിക് ക്രിസ്റ്റൽ ഫോം ചെയ്യുന്നു. ദി മാസ് ഓഫ് 1 യൂണിറ്റ് സെൽ ഈസ് m/na ഗ്രാം. ഒരു യൂണിറ്റ് സെല്ലിൻ്റെ മാസ് m/na ഗ്രാമാണ്. വേർ ഈസ് m ഈസ് അറ്റോമിക് മാസ് ഓഫ് ദി മെറ്റൽ ആൻഡ് na ഈസ് അവോഗാഡ്രോ നമ്പർ. വാട്ട് ഈസ് ദി ടൈപ്പ് ഓഫ് ക്യൂബിക് യൂണിറ്റ് സെൽ പൊസസ്ഡ് ബൈ ദി മെറ്റൽ. അതായത് ഈ മെറ്റൽ പൊസസ് ചെയ്യുന്ന ക്യൂബിക് യൂണിറ്റ് സെല്ല് ഏത് ടൈപ്പായിരിക്കും? ക്യൂബിക് സെല്ല് 3 ടൈപ്പാണ് ആകുള്ളത്. ഒന്ന് ഏതാ? സിമ്പിൾ ക്യൂബ്, ബോഡി സെൻറ്റേർഡ് ക്യൂബ്, ഫേസ് സെൻറ്റേർഡ് ക്യൂബ്. ഇതിലേതാണെന്നാണ്. ക്യൂബിക് യൂണിറ്റ് സെല്ലിന് മാസ് ഓഫ് 1 യൂണിറ്റ് സെല്ല് Z × m/na ആയിരിക്കും. ഒരു പാർട്ടിക്കിളിൻ്റെ മാസ് m/na ആണെന്ന് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ലേ? അപ്പോൾ ഒരു യൂണിറ്റ് സെല്ലിൽ എത്ര യൂണിറ്റ് സെല്ലിൻ്റെ മാസ് അപ്പോൾ ശരിക്കും എത്ര വേണ്ടത്? Z × m/na. Z പറഞ്ഞാൽ പാർട്ടിക്കിളിൻ്റെ എണ്ണം. അതെത്രയും നമുക്കറിയില്ല. അതുകൊണ്ട് Z-ന് 1 കൊടുത്തു നോക്കുക. Z-ന് 1 കൊടുത്താൽ യൂണിറ്റ് സെല്ലിൻ്റെ മാസ് എന്താവും? 1 × m/na, ദാറ്റ് ഈസ് m/na. m/na വരുന്ന യൂണിറ്റ് സെൽ മാസുള്ള ക്രിസ്റ്റൽ സിമ്പിൾ ക്യൂബായിരിക്കും. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇതേ ചോദ്യം തന്നെ 2 × m/na എന്നാണ് ഒരു യൂണിറ്റ് സെല്ലിൻ്റെ മാസെങ്കിൽ വാട്ട് ഈസ് Z? Z ഈസ് 2.
ദെയർഫോർ ദാറ്റ് ഈസ് ബോഡി സെൻറ്റേർഡ് ക്യൂബ്. നല്ലൊരു ക്വസ്റ്റ്യനാണ്, കുറച്ചൊരു ഇൻഡയറക്റ്റ് അല്ലേ ഒരു അപ്രോച്ച് അതിൽ വന്നിട്ടുണ്ട്, അത് നിങ്ങൾ ശ്രദ്ധിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ക്വസ്റ്റ്യൻ നമ്പർ 8. Solid can be classified into 3 types based on their electrical conductivity. വൈദ്യുത ചാലകതയുമായി ബന്ധപ്പെടുത്തി സോളിഡിനെ നമുക്ക് 3 ടൈപ്പാക്കി തിരിക്കാം. നെയിം 3 types of solid classified on the basis of electrical conductivity. ഏതൊക്കെയാണ് ആ 3 ടൈപ്പ് സോളിഡ്? കണ്ടക്ടർ, സെമി കണ്ടക്ടർ ആൻഡ് ഇൻസുലേറ്റർ. സംശയമില്ലല്ലോ. കണ്ടക്ടർ പറഞ്ഞാൽ വൈദ്യുതി കടത്തിവിടുന്നത്, സെമി കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ കണ്ടക്ടറിനേക്കാൾ പവർ കുറവാണെങ്കിലും എന്നാൽ ഇൻസുലേറ്റർ അല്ല, വൈദ്യുതി കടത്തിവിടാത്ത സാഹചര്യമില്ല, ഭാഗികമായി കടത്തിവിടും. ഓക്കെ, ബുദ്ധിമുട്ടില്ലല്ലോ. ഹൗ വിൽ യു എക്സ്പ്ലെയിൻ സച്ച് ക്ലാസിഫിക്കേഷൻ ബേസ്ഡ് ഓൺ ബാൻഡ് തിയറി? ഈ ക്ലാസിഫിക്കേഷനെ ബാൻഡ് തിയറി വെച്ചുകൊണ്ട് വിശദീകരിക്കാൻ പറ്റുമോ? വളരെ പ്രധാനപ്പെട്ടൊരു ക്വസ്റ്റ്യനാണ്, ചിത്രസഹിതം പഠിച്ചു വെക്കണം. നിങ്ങൾ ഇപ്പോൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ വീഡിയോ ഇവിടെ പോസ് ചെയ്തതിന് ശേഷം നിങ്ങളൊരു പേപ്പർ എടുത്ത് ആ പേപ്പറിൽ വരച്ച് കൃത്യമായിട്ട് പഠിക്കുക. വരച്ച് നോക്കുക അല്ലേ. മെറ്റൽ എന്ന് പറഞ്ഞാൽ കണ്ടക്ടറാണ്. അപ്പം മെറ്റലുകൾ എന്നാണ് അവിടെ കൊടുത്ത ചിത്രത്തിൽ, അതായത് അത് കണ്ടക്ടറാണ്. കണ്ടക്ടറിൻ്റെ ചിത്രമാണത്. കണ്ടോ നിങ്ങൾ? വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ഓവർലാപ്പ് ചെയ്ത് നിൽക്കുക, ഒന്നൊന്നിനോട് ചേർന്ന് നിൽക്കുന്നത് കണ്ടോ. മറ്റേതോ വാലൻസ് ബാൻഡ് പാർഷ്യലി ഫിൽഡ്, ഫുള്ള് നിറഞ്ഞിട്ടില്ല, പകുതി നിറഞ്ഞിട്ടുണ്ട്. ടാങ്കിൽ വെള്ളം ഉണ്ടെങ്കിൽ അത് പകുതി നിറഞ്ഞ് നിൽക്കുന്ന ഒരു സാഹചര്യം. അങ്ങനെയാണെങ്കിൽ അതിനെ നമ്മളെന്ത് പറയും? പാർഷ്യലി ഫിൽഡ് ബാൻഡാണ്, അത് മെറ്റലായിരിക്കും. അല്ലെങ്കിൽ എന്താണെന്നറിയോ, കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും. അപ്പോൾ ഇലക്ട്രോണൊന്നും ഇല്ലാത്ത കാലിയായി വൈറ്റ് കളറിൽ കാണുന്നതാണ് വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞത്. കണ്ടക്ഷൻ ബാൻഡ് എന്ന് പറഞ്ഞത് ആ ബ്ലാക്ക് കളറിൽ കൊടുത്താണ് വാലൻസ് ബാൻഡ് എന്ന് പറഞ്ഞത്. ആ വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും ഒന്നൊന്നിനോട് ചേർന്ന് കണ്ട് നിൽക്കുക. അങ്ങനെ നിന്നാലും അത് മെറ്റലായിരിക്കും, അല്ലെങ്കിൽ കണ്ടക്ടറായിരിക്കും. എന്നാൽ സെമി കണ്ടക്ടർ എന്തായിരിക്കും? വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ ചെറിയ വ്യത്യാസമേ ഉണ്ടാവുള്ളൂ, അതിനാണ് സെമി കണ്ടക്ടർ എന്ന് പറയാം. എന്നാൽ കണ്ടക്ഷൻ ബാൻഡും വാലൻസ് ബാൻഡും തമ്മിൽ വലിയ ഡിഫറൻസ് ഉണ്ടെങ്കിൽ, ലാർജ് എനർജി ഗ്യാപ്പ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ ഇൻസുലേറ്റർ എന്ന് പറയും. അതെന്താ അങ്ങനെ ഇൻസുലേറ്റർ ആവാനുള്ള കാരണം എന്ന് ആലോചിച്ച് നോക്കൂ. ആ ബ്ലാക്ക് കളറുള്ളത് ഇലക്ട്രോണുള്ള ഓർബിറ്റലുകളുടെ ബാൻഡാണ്. വൈറ്റ് കളറിൽ, അതായത് ഒന്നുമില്ലാതെ കിടക്കുന്ന കണ്ടില്ലേ, അത് ഇലക്ട്രോൺ ഇല്ലാത്ത ഓർബിറ്റലുകളുടെ ബാൻഡാണ്, അതായത് കണ്ടക്ഷൻ ബാൻഡ് എന്നതിന് പറയാം. അപ്പോൾ ഈ വാലൻസ് ബാൻഡിൽ നിന്ന് കണ്ടക്ഷൻ ബാൻഡിലേക്ക് ഇലക്ട്രോണിന് അങ്ങോട്ട് ജമ്പ് ചെയ്യണമെങ്കിൽ അങ്ങോട്ട് കയറാൻ പറ്റാത്ത സ്ഥിതിയാണ്. അതിൻ്റെ ഇടയ്ക്ക് വലിയ ഗ്യാപ്പ് ഉണ്ടായാൽ, ആ ഗ്യാപ്പ് ഉള്ളതുകൊണ്ട് അത് ഇൻസുലേറ്റർ ആവും. ഇവിടെ നിന്ന് ആ ബ്ലാക്ക് കളറിലുള്ള ഇലക്ട്രോൺസ് വൈറ്റ് കളേർഡായ ഓർബിറ്റലിലേക്ക്, അതായത് കണ്ടക്ഷൻ ബാൻഡിലേക്ക് പോവാൻ പ്രയാസമായതുകൊണ്ടത് ഇൻസുലേറ്ററാണ്. എന്നാൽ സെമി കണ്ടക്ടറിൽ അത്ര പ്രയാസമില്ല, ഒന്ന് കയ്യെത്താ ദൂരെ തന്നെയാണ് ഉള്ളത്, അതുകൊണ്ട് ഇലക്ട്രോൺ അങ്ങോട്ട് ജമ്പ് ചെയ്യും. അതുകൊണ്ടത് ഭാഗികമായി ഇലക്ട്രോണിനെ കടത്തിവിടും, അതുകൊണ്ടത് സെമി കണ്ടക്ടറാണ്. മെറ്റൽ അങ്ങനെയല്ല, അങ്ങോട്ട് ചാടേണ്ട ആവശ്യമൊന്നുമില്ല, അടുത്ത് തന്നെയാണുള്ളത് അല്ലേ. മറ്റേ ആളുമായിട്ട് ഇങ്ങോട്ട് ചേർന്ന് നിൽക്കുക. തോടിന് കുറുകെ പാലം ഇടുന്നത് പോലെ ആ പാലം അങ്ങോട്ട് കയറ്റിയിട്ടേക്കുക. അതുകൊണ്ട് ഇതിന്ന് ഇലക്ട്രോൺ അങ്ങോട്ട് ജമ്പ് ചെയ്യാൻ വലിയ പ്രയാസമൊന്നുമില്ല. അതുകൊണ്ടത് കണ്ടക്ടറാണ്, അല്ലെങ്കിൽ മെറ്റലാണ്. ചിത്രം വരച്ച് ആ വൈറ്റ് കളറിലുള്ള ഭാഗം കണ്ടക്ഷൻ ബാൻഡെന്നും ബ്ലാക്ക് കളറിലുള്ളതിന് വാലൻസ് ബാൻഡെന്നും പഠിച്ചു വെക്കുക. വാലൻസ് ബാൻഡും കണ്ടക്ഷൻ ബാൻഡും തമ്മിൽ വലിയ വ്യത്യാസം ഇടയ്ക്കുണ്ടെങ്കിൽ അത് ഇൻസുലേറ്ററും, ചെറിയ വ്യത്യാസമുള്ളെങ്കിൽ അത് സെമി കണ്ടക്ടറും, വ്യത്യാസം വളരെ വളരെ കുറവാണെങ്കിൽ അത് മെറ്റലാണ്, അല്ലെങ്കിൽ കണ്ടക്ടറാണ്. പഠിച്ചു വെച്ചല്ലോ. നെക്സ്റ്റ് 9ാമത്തെ ക്വസ്റ്റ്യൻ. ഷോട്ട്കി ആൻഡ് ഫ്രങ്കൽ ഡിഫക്ട്സ് ആർ സ്റ്റോഷിയോമെട്രിക് ഡിഫക്റ്റ്. ഇതേ ക്വസ്റ്റ്യൻ തൊട്ട് മുന്നേ നമ്മൾ ഡിസ്കസ് ചെയ്തു. നോക്കി നിങ്ങൾ എത്ര പ്രാവശ്യം നോക്കിയത് ഇതിങ്ങനെ റിപ്പീറ്റ് ചെയ്ത് വരുന്നത്. നമ്മൾ ഫസ്റ്റ് എപ്പിസോഡിലെ ആദ്യ ക്വസ്റ്റ്യൻ തന്നെ അതായിരുന്നു. അതേ ക്വസ്റ്റ്യൻ, നോ ചേഞ്ച്, നോ എനി
അതർ ചേഞ്ച്. റൈറ്റ് എനി ടു ഡിഫറൻസ് ബിറ്റ്വീൻ ഷോർട്ട് കീ ആൻഡ് ഫ്രങ്കൽ ഡിഫക്റ്റ്. നിങ്ങളൊന്ന് പറഞ്ഞു നോക്കിയാൽ ഷോർട്ട് കീ ഡിഫക്റ്റ് എന്താ? മിസ്സിംഗ് ഓഫ് പോസിറ്റീവ് ആൻഡ് നെഗറ്റീവ് അയോണിലൂടെ ഉണ്ടാകുന്നതാണ് ഷോർട്ട് കീ ഡിഫക്റ്റ്. ഫ്രങ്കൽ ഡിഫക്റ്റ് ഷിഫ്റ്റിംഗ് ഓഫ് കാറ്റയോൺ ടു ഇൻറ്റർസ്റ്റീഷ്യൽ സൈറ്റ് ആണ്, അല്ലേ? ഓക്കെ. ഷോർട്ട് കീ ഡിഫക്റ്റിൽ ഡെൻസിറ്റി കുറയുന്നു, ഫ്രങ്കൽ ഡിഫക്റ്റിൽ ഡെൻസിറ്റിക്ക് യാതൊരു ചേഞ്ചും ഉണ്ടാവില്ല. അടുത്തത്, വെൻ പ്യുവർ NaCl ക്രിസ്റ്റൽ ഈസ് ഹീറ്റഡ് ഇൻ ആൻ അറ്റ്മോസ്ഫിയർ ഓഫ് സോഡിയം വേപ്പർ. എൻ്റെ മക്കളെ, ഇതൊന്ന് പഠിച്ചു വച്ചാൽ എത്രമാത്രം സൗകര്യമായിരിക്കും എന്ന് ആലോചിച്ച് നോക്കൂ. ലിഥിയം ക്ലോറൈഡിൻ്റെ ക്വസ്റ്റ്യൻ നേരത്തെ വന്നു, ഇപ്പോൾ ഇതാ സോഡിയം ക്ലോറൈഡ് ഉണ്ട്, ചിലപ്പോൾ അടുത്ത വർഷം പൊട്ടാസ്യം ക്ലോറൈഡ് ആയിരിക്കും ചോദിക്കുന്നത്. ഒക്കെ ഉത്തരം ഞാൻ പറഞ്ഞു, ഡ്യൂ ടു ദി ഫോർമേഷൻ ഓഫ് എഫ് സെൻറ്റർ. വാട്ട് ഈസ് എഫ് സെൻറ്റർ? ആനയോൺ വാക്കൻസി ഓക്യുപ്പൈഡ് ബൈ ഇലക്ട്രോൺ. അതായത് ആനയോൺ ഇറങ്ങിപ്പോയ സ്ഥലത്ത് ഇലക്ട്രോൺ കയറി നിന്നാൽ അതിന് പറയുന്ന പേരാണ് എഫ് സെൻറ്റർ. ആ എഫ് സെൻറ്ററാണ് കളറിന് കാരണമാകുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, 10ാമത്തെ ക്വസ്റ്റ്യൻ. സോഡിയം ക്ലോറൈഡ് ഹാസ് എ FCC സ്ട്രക്ചർ. കാൽക്കുലേറ്റ് ദി നമ്പർ ഓഫ് NaCl യൂണിറ്റ്സ് ഇൻ എ യൂണിറ്റ് സെൽ ഓഫ് സോഡിയം ക്ലോറൈഡ്. കണ്ടോ ആൻസർ നോക്കൂ. ഇൻ NaCl സോഡിയം അയോൺ ആർ അറേഞ്ച്ഡ് ഇൻ CCP അല്ലെങ്കിൽ FCC മാനർ ആൻഡ് Na+ അയോൺസ് ഓക്യുപ്പൈ all octahedral voids. So, number of Cl ion in unit cell equal to 4. FCCയിൽ എത്ര പാർട്ടിക്കിൾ ഉണ്ടാവുക? 4 ആണ് ഉണ്ടാവുക. അപ്പോൾ FCC യൂണിറ്റ് സെല്ലിൽ 4 പാർട്ടിക്കിളാണെങ്കിൽ അതിൽ ഒക്ടാഹെഡ്രൽ വോയിഡ് എത്ര ഉണ്ടാവും? 4 ഉണ്ടാവും, അല്ലേ? അങ്ങനെയാണെങ്കിൽ സോഡിയം അയോണിൻ്റെ എണ്ണം എത്ര ആയിരിക്കും? 4 ആയിരിക്കും. കാരണം എന്താ? സോഡിയം അയോൺ ഓക്യുപ്പൈ ഓൾ ഒക്ടാഹെഡ്രൽ വോയിഡ് എന്നാണ് ക്വസ്റ്റ്യനിലുള്ളത്. ഓക്കെ, അപ്പോൾ സോഡിയം 4, ക്ലോറിനും 4. ദെയർഫോർ നമ്പർ ഓഫ് സോഡിയം ക്ലോറൈഡ് ഈസ് 4. ക്ലിയർ? 4 4 കൂട്ടി 8 ആക്കരുതേ. സോഡിയം 4, ക്ലോറിനും 4. അപ്പോൾ സോഡിയം ക്ലോറൈഡ് 4. ക്ലിയർ? ഹിയർ അതിൽ ബി, കാൽക്കുലേറ്റ് ഡെൻസിറ്റി ഓഫ് സോഡിയം ക്ലോറൈഡ്. സോഡിയം ക്ലോറൈഡിൻ്റെ ഡെൻസിറ്റി കാണണം. എഡ്ജ് ലെങ്ത് എന്ന് പറയുന്ന തന്നിട്ടുണ്ട് 564 പൈക്കോമീറ്റർ. മോളാർ മാസ് ഓഫ് സോഡിയം ക്ലോറൈഡ് തന്നിട്ടുണ്ട് 58.5. മാർച്ച് 2013 ക്വസ്റ്റ്യനാണ്. ഡെൻസിറ്റിയാണ് കാണേണ്ടത്. ഡെൻസിറ്റി കാണാനുള്ള ഇക്വേഷൻ എന്താണ്? Zm/Na^3. Z എന്താണ്? നമ്പർ ഓഫ് പാർട്ടിക്കിൾ. ഹൗ മെനി നമ്പർ ഓഫ് പാർട്ടിക്കിൾ? 4. അപ്പം Z ഈസ് 4. M ഈസ് വാട്ട്? 58.5. Na, that is Avogadro number, 6.022 into 10⁻23. എഡ്ജ് ലെങ്ത്ത് 564 പൈക്കോമീറ്റർ. പൈക്കോമീറ്ററിനെ മീറ്റർക്കാക്കിയാൽ 10⁻⁻12 മീറ്റർ ആവും. ഓക്കെ, സെൻറ്റിമീറ്റർക്കാക്കിയാൽ 10⁻⁻10 സെൻറ്റിമീറ്റർ ആവും. അവിടെ കൊടുത്തത് 564 ഇൻറ്റു 10⁻10 സെൻറ്റിമീറ്റർ. അത് ആ വാല്യൂ ഇക്വേഷനിലാണ് കൊടുത്തു. A³ എടുക്കേണ്ടത്. അപ്പോൾ എയുടെ വാല്യൂവിൻ്റെ ക്യൂബ് എടുക്കണം. ആൻസർ കിട്ടി. നിങ്ങളുടെ കാൽക്കുലേറ്ററിൽ അടിച്ച് നോക്കിയിട്ട് ആൻസർ കിട്ടുന്നുണ്ടോ നോക്കുക. 2.177 gram per cubic centimeter. ക്ലിയർ? അടുത്ത ക്വസ്റ്റ്യൻ. യൂണിറ്റ് സെൽസ് ക്യാൻ ബി ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻ ടു 2 categories. യൂണിറ്റ് സെല്ലിനെ പ്രധാനമായി 2 കാറ്റഗറിയാക്കി തിരിക്കാം. ഒന്ന് പ്രിമിറ്റീവ്, മറ്റൊന്ന് സെൻറ്റേർഡ്. വാട്ട് ഈസ് എ യൂണിറ്റ് സെൽ? എന്താണ് ഒരു യൂണിറ്റ് സെൽ എന്ന് പറഞ്ഞാൽ? യൂണിറ്റ് സെൽ ഈസ് ദി സ്മോളസ്റ്റ് റിപ്പീറ്റിംഗ് യൂണിറ്റ് ഓഫ് എ ക്രിസ്റ്റൽ. ഒരു ക്രിസ്റ്റലിലെ ഏറ്റവും ചെറിയ റിപ്പീറ്റിംഗ് യൂണിറ്റ്. ഒരു യൂണിറ്റ് നമ്മൾ കണ്ടെത്തി ആ യൂണിറ്റിൻ്റെ റിപ്പീറ്റേഷൻ ആയിരിക്കും ആ ക്രിസ്റ്റൽ മൊത്തം. ദാറ്റ് ഈസ് വാട്ട് യൂണിറ്റ് സെൽ. അതിന് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, നെയിം 3 ടൈപ്സ് ഓഫ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. 3 ടൈപ്പ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ഒന്നാണ് ബോഡി സെൻറ്റേർഡ് യൂണിറ്റ് സെൽ, വേറൊന്നാണ് ഫേസ് സെൻറ്റേർഡ് യൂണിറ്റ് സെൽ ആൻഡ് എൻ സെൻറ്റേർഡ് യൂണിറ്റ് സെൽ. ഇതിൻ്റെയൊക്കെ ചിത്രം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കണമെങ്കിൽ നമ്മളെ ക്ലാസ് സെക്കൻഡ് ഇയർ കെമിസ്ട്രിയുടെ ക്ലാസ് എന്ന് കാണിച്ചുകൊണ്ടുള്ള ഒരു പ്ലേലിസ്റ്റ് ഉണ്ട്. അതിൽ ഇതൊക്കെ കൊടുത്തിട്ടുണ്ട്. അതിന് ചിത്രസഹിതം വിശദീകരിച്ചിട്ടുണ്ട്. അതിലെ യൂണിറ്റ് സെല്ലിലെ നമ്പർ ഓഫ് പാർട്ടിക്കിൾ കൃത്യമായി കാൽക്കുലേറ്റ് ചെയ്യുന്നത് എങ്ങനെയെന്ന് പഠിച്ചിട്ടുണ്ട്.
ഇതൊക്കെ അവിടെ വേണമെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ട് നോക്കി ആ സെക്കൻഡ് ഇയർ കെമിസ്ട്രിയുടെ പ്ലേലിസ്റ്റിൽ നോക്കി യൂണിറ്റ് സെൽ എന്ന് പറയുന്ന ടോപ്പിക് ഉണ്ട്, അത് കാണുക. ഓക്കെ. നെക്സ്റ്റ് സി. The unit cell dimension of a particular type system is A equal to B equal to C and alpha equal to beta equal to gamma, that is equal to 90. Identify the crystal system. ഇങ്ങനെ ഒരു യൂണിറ്റ് സെല്ലിൻ്റെ ഡയമെൻഷൻ ഉണ്ടെങ്കിൽ അത് ഏത് യൂണിറ്റ് സെല്ലാണ്? അത് ക്യൂബിക് സിസ്റ്റമാണ്. അപ്പോൾ ഒരു കാര്യം ഓർക്കാനായി, ഒരു 2 or 3 ആ ഫസ്റ്റിലെ 2 or 3 യൂണിറ്റ് സെല്ലിൻ്റെ ഡയമെൻഷൻ ഒന്ന് പഠിക്കാനുള്ള അവസരം പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ കാണിക്കണം. ഒരു വർഷം ചോദിച്ചിട്ടുണ്ട് എ ഈക്വൽ ടു ബി ഈക്വൽ ടു എ ഈക്വൽ ടു ബി നോട്ട് ഈക്വൽ ടു സി, എ ഈക്വൽ ടു ഗാമ ഈക്വൽ ടു 90, ബീറ്റ നോട്ട് ഈക്വൽ ടു 90, അല്ലെങ്കിൽ ബീറ്റ ഈക്വൽ ടു 120. അങ്ങനെ ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. അതേതാണെന്നറിയോ? ഹെക്സഗണൽ യൂണിറ്റ് സെല്ലാണ്. അതും കൂടെ പറഞ്ഞു എന്ന് മാത്രം. അടുത്തത് ഡി. ഗിവ് 1 എക്സാമ്പിൾ ഫോർ ദി എബോവ് ക്രിസ്റ്റൽ സിസ്റ്റം. ക്യൂബിക് യൂണിറ്റ് സെല്ലുള്ള ഒരു സിസ്റ്റത്തിന് എക്സാമ്പിൾ സോഡിയം ക്ലോറൈഡിന് എക്സാമ്പിളാണ്. ഓക്കെ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമുക്കിവിടെ അവസാനിപ്പിക്കാം. 4 പ്രോസസ്സിലൂടെ പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ കടന്നു പോയാൽ ഒരിക്കലും നിങ്ങൾ ഈ പഠിച്ചതൊന്നും മറന്നു പോകില്ല. ഒന്നാമത്തെ എന്താ? കാണുക എന്ന ആ പ്രതിഭാസം. സ്ക്രീനിൽ നോക്കി ചോദ്യവും ഉത്തരവും കാണുന്നു. രണ്ടാമത്, അത് കാണുമ്പോൾ അത് വായിക്കുന്നു, റീഡിങ് എന്ന് പറഞ്ഞ പ്രോസസ്സ്. റീഡിങ്ങിന് ശേഷം നിങ്ങളത് എഴുതുന്നു, റൈറ്റിംഗ് എന്ന് പറയുന്ന പ്രോസസ്സ്. റൈറ്റിംഗ് കഴിഞ്ഞാൽ പിന്നെ സ്വയം ഒന്ന് പറഞ്ഞു നോക്കുക, ഓറലി, നിങ്ങളുടെ നാവ് കൊണ്ട് കുറച്ച് ശബ്ദത്തോടു കൂടെ പറയാൻ ശ്രമിക്കുക. ഈ 4 പ്രോസസ്സിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ തീർച്ചയായും മക്കളെ നിങ്ങൾക്ക് ഈ ടോപ്പിക്ക് മറക്കാത്ത വിധം നിങ്ങളുടെ ഹൃദയത്തിൽ പതിയും. അങ്ങനെ പതിഞ്ഞാൽ പരീക്ഷയ്ക്ക് നിങ്ങൾക്കത് റീപ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും. അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ. തൊട്ടടുത്ത ദിവസം മറ്റൊരു എപ്പിസോഡുമായി നമുക്ക് കാണാം. അപ്പോൾ നിർത്തിയാലോ? താങ്ക് യു. കീപ്പ് ഇൻ ടച്ച്.